ബംഗാളിൽ നിന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ ഒരു റെയ്ഡ് നടക്കുകയാണ്. ബംഗാളിൽ സംസ്ഥാനത്താകമാനം നടന്ന ഈ റെയ്ഡിൽ 9 ബംഗ്ലാദേശി നാഷണൽസിനെയാണ് ഇപ്പോൾ അവിടെ പിടിച്ചിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്നും ഫേക്ക് ആധാർ, ഫേക്ക് പാസ്പോർട്ടുകൾ, ഫേക്ക് ഇലക്ഷൻ കമ്മീഷൻ ID എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്തതിന് ഇവർക്ക് ബംഗ്ലാദേശി ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും അത് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുവെന്നും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. പോരാത്തതിന് ഇപ്പോൾ ബംഗാളിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ആർജിക്കർ കേസ്, ആർജിക്കർ കൂട്ടബലാത്സംഗ കേസ്. ഈ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ മമതാ ബാനർജി സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ശക്തമായിരുന്നു. ഇപ്പോഴിതാ വെസ്റ്റ് ബംഗാൾ BJP ഗവൺമെന്റ് ഗ്രാൻഡ് സാങ്ഷൻ ഫോർ പ്രോസിക്യൂഷൻ അഗെയിൻസ്റ്റ് ഫോമർ ആർജിക്കർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ് സന്ദീപ് ഘോഷ് ഇൻ കണക്ഷൻ വിത്ത് ദ ആർജിക്കർ കേസ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ സൂപ്രണ്ടന്റ് ആയിട്ടുള്ള, അതായത് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടന്റ് ആയിട്ടുള്ള സന്ദീപ് ഘോഷിനെതിരെ വലിയ നടപടിയെടുക്കാനുള്ള നീക്കം ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെസ്റ്റ് ബംഗാളിൽ സർക്കാർ ഇപ്പോൾ BSFന് ചിക്കൻ നെക്കിൽ 125 കിലോമീറ്റർ നീളമുള്ള ബോർഡർ ഏറ്റെടുക്കാനുള്ള വലിയ ഒരു അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, ചിക്കൻ നെക്കാണ് വെസ്റ്റ് ബംഗാൾ പിടിക്കാനായി ഇത്തവണ BJPയെ അതിന് തുനിഞ്ഞിറങ്ങാനായി പ്രേരിപ്പിച്ചൊരു ഘടകം എന്ന് പറയുന്നത്. ഈ ചിക്കൻ നെക്ക് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബംഗ്ലാദേശ് അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ചൈന അതിൻ്റെ അതിർത്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ഇപ്പോൾ അധികാരമേറ്റ ഉടനെ തന്നെ ചിക്കൻ നെക്ക് സുരക്ഷിതമാക്കാനുള്ള നീക്കങ്ങൾ BSF ചെയ്യാനായി 125 കിലോമീറ്റർ വരുന്ന ഭൂമി അവർക്ക് നൽകാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.